ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എർട്ടിയുടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ്, ഇതിന് സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് പ്ലേ വന്നു പോയി. അപ്പോൾ അത് മാറ്റണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മെയിൻ്റെനൻസ് ചെയ്തപ്പോൾ ഇത് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അന്നത് മാറ്റാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പം എന്തായാലും കറക്റ്റായിട്ട് വീട്ടിലിരിക്കില്ല. അപ്പോൾ അതിൻ്റെ പണി ഞാനത് മാറ്റാനായിട്ട് പുതിയത് വാങ്ങി വെച്ചിരുന്നു. ഇത് ടാൽബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്, MGP ജെനു പാർട്സ് അല്ല, ടാൽബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോൾ ജോയിൻ്റ് ആണ്. അപ്പോൾ അത് മാറ്റി വെച്ചിരുന്നു. ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഷെയ്ക്ക്. ഇത് 17. നമ്മൾ ഇത് ഈ ഒരു ഭാഗത്താണ് കംപ്ലൈൻറ്റ് വന്നത്. കാണുന്ന ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്താണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ജോയിൻറ്റ് പ്ലേ വന്നിട്ടുണ്ട്, അപ്പോൾ അത് മാറ്റണം. അതുപോലെ തന്നെ നമ്മളുടെ ടയറോഡൻറ്റ് ഇതും കംപ്ലൈൻറ്റ് വന്നു. ഇത് കണ്ട, ഇത് പ്ലേ വന്നു, അപ്പോൾ ഇതും മാറ്റണം. അപ്പോൾ അതും പുതിയത് വാങ്ങിയിട്ടുണ്ട്. ഇതും ടാൽബ്രോസിൻ്റെ വാങ്ങിയാണ് കേട്ടോ. ഇത് നമുക്ക് കൈ കൊണ്ട് അടക്കം ഷെയ്ക്കാൻ പറ്റില്ല, ആ രീതിയിലാണ് സ്ട്രോങ്. അപ്പോൾ എന്താ കംപ്ലൈൻറ്റ് മനസ്സിലായില്ലേ? ജസ്റ്റ് ഇളക്കുമ്പോഴേക്ക്. അപ്പോൾ അതിന് കംപ്ലൈൻറ്റ്. അപ്പോൾ പണിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബോൾ ജോയിൻ്റ് ഫിറ്റിങ് കഴിഞ്ഞു അല്ലേ? ഷീനിൻ്റെ ബോൾ ജോയിൻ്റ് ഓക്കെ, ടൈറ്റായി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. മറ്റേത് നല്ല ലൂസല്ലായിരുന്നേ, ഷെയ്ക്കായിരുന്നു. അപ്പോൾ അത് ടൈറ്റായി. ഇനിയിപ്പോൾ നമ്മൾക്ക് ടയറോഡൻറ്റ് മാറ്റണം. നമ്മളതിൻ്റെ ഷോക്ക് അബ്സർ അയച്ചെടുത്തിരുന്നു. അതിൻ്റെ ഷോക്ക് അബ്സറിൻ്റെ താഴെ പോയുള്ള ഈ ഭാഗത്ത് നമ്മൾ ഒരു പൈപ്പ് എടുത്തിട്ട് കയറ്റി. വേറെ ഒന്നല്ല, അതൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അതിൻ്റെ പോലെ തന്നെ മേലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ വൈബ്രേഷനൊക്കെ അതിൽ നിന്ന് ഒഴിവാകും എന്നുള്ള രീതിയിൽ ചെയ്തതാണ് കേട്ടോ. ഷോക്ക് അബ്സർ അയച്ചെടുത്ത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കയറ്റണം. എടാ മതി അതൊക്കെ എടുത്തത്. നമ്മൾ ഈ സൈഡ് ഷോക്ക് അബ്സർ അയച്ചെടുത്തു. ഇതിൻ്റെ മിസ്റ്റേക്ക് നമ്മൾ ടയറോഡൻ്റെ നമ്മൾ റീപ്ലേസ് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ടയറോഡൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഷെയ്ക്കുണ്ടായിരുന്നു. സ്റ്റെബിലൈസർ ലിങ്ക് ആണത്. സ്റ്റെബിലൈസർ ലിങ്കിന് കുഴപ്പമില്ല. ഈ ടയറോഡൻ്റെ വേണ്ട നമ്മുടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ടയറോഡൻ്റെ ആണ്. വണ്ടിയുടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ടയറോഡൻ്റെ ആണ്. അപ്പോൾ അത് നമ്മൾ അയച്ചെടുത്തു. ടയറോഡൻ്റെ സ്റ്റിയറിംഗ് ബോൾജുമാണ് നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റും ടയറോഡൻ്റെയൊക്കെ റീപ്ലേസ് ചെയ്തു. പക്ഷേ നമുക്ക് വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് നമുക്ക് പുറത്ത് പോയി അലൈൻമെൻറ്റ് ചെയ്യാൻ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾക്കത് മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കണ്ടേ.
വീട്ടിലൊക്കെ കാണാതിരിക്കും സാധാരണ നമ്മുടെ നൂലുണ്ടല്ലോ, നൂലെടുക്കുക. ഇത് മറ്റേ നൈലോൻ്റെ നൂലാണ്. നൈലോൻ്റെ നൂല് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെടുത്തതിന് നമുക്ക് രണ്ടാളുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വണ്ടി നിരപ്പായ പ്രതലത്തിലിടണം. വണ്ടി കറക്റ്റ് നിരപ്പായ പ്രതലത്തിൽ കൊണ്ടിടാം. അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന രീതി ശ്രദ്ധിച്ചോ. ഈ ഒരു രീതിയിൽ നമ്മൾ പിടിക്കണം. ഇതിനെ നൂല് വലിച്ച് പിടിക്കണം. ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിൽ ആൾ വലിച്ച് പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യണതും ഇവിടെ കറക്റ്റ് ഈ സെൻറ്റർ ഭാഗം ടച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ കറക്റ്റ് ഈ ടയറുമേ ഇതേപോലെ തൊട്ടുമായി തന്നെ ടച്ച് ചെയ്യണം. ഓക്കെ. അതേപോലെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് തന്നെ ടച്ച് ചെയ്യണം. ഈ ഒരു റേഞ്ചിൽ തൊട്ടില്ല അതിൽ. അതുപോലെ ഇവിടെ കറക്റ്റ് തൊട്ടായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെയാണ് നമ്മൾ മാനുവലായിട്ട് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് മാനുവലായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾക്ക് അപ്പുറത്തും അതായത് നമ്മുടെ ഈ ഒരു സ്ഥലത്തും ഇതേപോലെ തന്നെ അവിടെ കറക്റ്റ് വെച്ചിട്ട് ആ നൂലെടുത്ത് ഇപ്പുറത്ത് വന്നിട്ട് അതേപോലെ തന്നെ കറക്റ്റ് ചെക്ക് ചെയ്യുക. കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക. അതിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ഫിറ്റ് ചെയ്ത സ്റ്റീറിങ്ങിൻ്റെ ടയറോഡൻ്റാണ് അത്. അതേപോലെ തന്നെ സ്റ്റീറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റും. ഇതിൻ്റെ ഇവിടെ ഒരു നെറ്റ് കാണുന്നില്ലേ, ഈ നെറ്റിനെ ലൂസ് ചെയ്തിട്ട് ഈ ബോൾ ജോയിൻറ്റ് ഇങ്ങനെ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ ബോൾ ജോയിൻറ്റിനെ അങ്ങോട്ട് അകത്തുകയോ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ അലൈൻമെൻറ്റിൻ്റെ ആ ഒരു വ്യത്യാസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഈ വീലുകൾ തമ്മിൽ ഇതേപോലെ നൂല് കെട്ടി പിടിച്ചിട്ട് കറക്റ്റ് ഗ്യാപ്പും കാര്യങ്ങളും ഓക്കെയാണ്. അതായത് 4 ടയറിൻ്റെ ഭാഗം കറക്റ്റായിട്ടാണ് ടച്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ അലൈൻമെൻറ്റ് കറക്റ്റെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നോർമലായിട്ട് ബേസിക്കായിട്ട് അലൈൻമെൻറ്റ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഇതേപോലെ അലൈൻമെൻറ്റ് ചെയ്യണത് നല്ലതല്ല. അലൈൻമെൻറ്റ് ഷോപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ക്യാമ്പറും കാസ്റ്ററൊക്കെ വേറെ ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ഇത് നമ്മൾ ബേസിക്കായിട്ട് ടയർ പെട്ടെന്ന് ഇപ്പോൾ ബോൾ ജോയിൻ സ്റ്റീറിങ്ങിൻ്റെ ടയറോടൊന്നും നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്തില്ല. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇതേപോലെയാണ് ജീപ്പ് അംബാസിഡർ ട്രാവലറൊക്കെ ഇപ്പോഴും അലൈൻമെൻറ്റ് ചെയ്യണത് ഈ ഒരു രീതിയിലാണ്, നൂല് കെട്ടിപ്പിടിച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഞാനിപ്പോൾ ഒരാളുടെ കുറവുള്ള കാരണം കൊണ്ട് ഞാൻ ഈ രീതിയിൽ ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാളും എൻഡിൽ വലിച്ചു പിടിച്ചും അവിടെ ഒരാളും വലിച്ചു പിടിച്ചും കറക്റ്റ് ടച്ച് ചെയ്ത് ഈ ടയർമോ ടച്ച് ചെയ്ത് ഇങ്ങനെ പിടിച്ച് അതേപോലെ തന്നെ എൻഡിൽ അതേപോലെ തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 4 എണ്ണം എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ വേറെ ആരും ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ ഒരു രീതിയിൽ ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ക്ലിയറായി, രണ്ട് സൈഡിലും നൂലൊക്കെ കെട്ടിപ്പിടിച്ച് കാര്യം ക്ലിയറായി. അപ്പോൾ നമ്മൾക്ക് ഈ സ്റ്റിയറിംഗ് ക്രോസ് ഉണ്ട്, ഇത്രത്തോളം സ്റ്റിയറിംഗ് ക്രോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് അയച്ചെടുക്കാം. സ്റ്റിയറിംഗ് അയച്ചെടുക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മുടെ 17 ബോക്സ് പാനർ ഇല്ല. അപ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ഇത് വലിച്ച് ക്യാപ്പ് ഊരിയെടുക്കാൻ പറ്റും. എല്ലാ വണ്ടികളിലും ഇതേപോലെ വലിച്ച് ഊരിയെടുക്കാൻ പറ്റില്ല. ബാക്കിൽ സ്ക്രൂ ഉണ്ടാവും, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം 17 ബോക്സ് പാനർ ഉണ്ടാവത്ത് 17 ബോക്സ് പാനർ അയച്ചെടുക്കാം. എല്ലാവരും ഒരു പുള്ളറൊക്കെ യൂസ് ചെയ്ത് സ്റ്റിയറിംഗ് വലിക്കണം എന്ന് പറയും. പക്ഷെ അങ്ങനെയൊന്നും വേണ്ട. ഒരു തട്ട് ഇവിടെയും ഒരു തട്ട് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം ഇങ്ങോട്ട് ഊരി പോകുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അത്രത്തോളം ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഊരാം. ഈ ഒരു രീതിയിൽ കയറ്റിടാൻ പറ്റും. പക്ഷെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ആ ഒരു കറക്റ്റ് നമുക്ക് പൊസിഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു രീതിയിൽ കയറ്റിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ക്രോസ് ഉണ്ടാവും. വണ്ടി ഓടിച്ചുകൊണ്ട് നോക്കിയിട്ട് വേണം നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതേമാതിരി കയറ്റി വയ്ക്കാൻ ചെയ്യാം. നെറ്റ് കൊണ്ട് ടൈറ്റ് ചെയ്തിട്ട് കേട്ടോ. ശരി, ഷാംപോഷൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുന്നതാണ്.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കാർ ജെ എന്ന് പറഞ്ഞ വ്ളോഗ് ചാനലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഞാൻ ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ വല്ല ഫുഡൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വ്ളോഗിലേക്ക് ഒന്നുണ്ടാകുന്ന വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ ഈ ഓട്ടോമൊബൈൽ സംബന്ധമായിട്ട് ഇതിലും വ്ളോഗ് സംബന്ധമായിട്ട് അതിലിടാന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇനിയും മുടക്കം കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്ത പണി തുടങ്ങിയത് നമ്മളെ ബാക്കിലെ ബമ്പർ ആര്യയുടെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.